ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ നാളത്തേക്ക് വിശേഷം നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പോൾ ഇത് വരാനിരിക്കുന്ന കുറച്ച് എപ്പിസോഡുകൾ ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കണം. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് കുഞ്ഞുള്ള വിവരം ഇപ്പം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും അധികം വൈകാതെ തന്നെ നമ്മുടെ ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നും ശ്രുതി ഒന്ന് പ്രസവിച്ചതാണ് എന്നും ശ്രുതിയുടെ കെട്ടൊന്ന് കഴിഞ്ഞതാണ് എന്നും നമ്മുടെ രേവതിയും സച്ചിയും അറിയാൻ പോവുകയാണ്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ശ്രുതിയാണെങ്കിൽ രേവതിനെയും സച്ചിനെയും എങ്ങനെയെങ്കിലും ചന്ദ്രോദയത്തിൽ നിന്ന് തുരത്തി ഈ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പം നമ്മുടെ ശ്രുതി ഉള്ളത്. ശ്രുതിക്ക് അവിടെ സച്ചി നിൽക്കുന്നതോ രേവതി നിൽക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്തതിന് കാരണം സച്ചിക്ക് രേവതിക്കും കണ്ടുപിടിക്കാനുള്ള കുറച്ച് ശേഷി കൂടുതലുണ്ട് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ സച്ചിക്ക് ചില കാര്യങ്ങളിൽ സച്ചിക്ക് സംശയവുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഇവരെ വെളിയിലാക്കാൻ നോക്കുകയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ആരും ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടാവുകയാണ്. അപ്പൊ തലകറക്കം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുകയാണ്? തലകറങ്ങി വീഴുകയാണ്. തലകറങ്ങി വീഴുന്ന ആ ഒരു സമയത്ത് അവിടെ ആരുമില്ല. അപ്പൊ തലകറങ്ങി വീണിങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതി പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വീട്ടിലേക്ക് കയറി വരുന്നത്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ അടുത്ത് നുണയും കൊതിയൊക്കെ പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ. അങ്ങനെ നുണയും കൊതിയൊക്കെ പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിരിക്കാം. ആ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ രേവതി വന്ന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി തലകറങ്ങി വീണ് കിടക്കുന്നു. പെട്ടെന്ന് പേടിച്ചുപോയി. രേവതി ശ്രുതി ശ്രുതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്, എണീക്കുന്നില്ല. അങ്ങനെ വെള്ളം തെളിക്കുന്നു, എണീക്കുന്നില്ല. അപ്പം ആകെപ്പാടെ നമ്മുടെ രേവതിക്ക് ഒരു വെപ്രാളം, എന്താണെന്നൊന്നും അറിയില്ലല്ലോ. രേവതി എന്ത് ചെയ്തു? തൊട്ട് അടുത്ത് റോഡ് സൈഡ് ആണല്ലോ. അപ്പൊ അവിടെ പോയി നിന്നു. ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോ ഇങ്ങനെ വന്നപ്പം ചേട്ടാ നിർത്ത്, അകത്തേക്കൊന്ന് കയറ്റുവോ, എൻ്റെ ചേടത്തി തലകറങ്ങി വീണ് കിടക്കുകയാണ്, അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഓട്ടോക്കാരനും കൂടെ കയറി നമ്മുടെ ശ്രുതിനെ പിടിച്ചെണീപ്പിച്ച് ആ ഓട്ടോക്കാരനും രേവതിയും കൂടെ നേരെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്നു. നമ്മുടെ ശ്രുതിക്ക് ബോധം അപ്പം വന്നിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് വീൽ ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്ന് സ്ട്രെച്ചറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ നേരെ ഒബ്സർവേഷനിലൊക്കെ വെച്ചേക്കായിരുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി തന്നെ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നൊന്നും രേവതിക്ക് അറിയില്ല. രേവതിയുടെ കയ്യിലാണ് പൈസ കൂടിയില്ല. അപ്പൊ രേവതി പൈസയൊന്നും എടുത്തിരുന്നില്ല കയ്യിൽ. പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിൽ നമ്മുടെ രേവതി ഇങ്ങ് ഓട്ടോയിൽ വിളിച്ചിങ്ങ് പോരുമായിരുന്നു. അപ്പൊ നമ്മുടെ സച്ചിനെ വിളിക്കുകയാണ്. വേറെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം ഭർത്താവുള്ളപ്പോൾ ഭർത്താവിനെ വിളിക്കാമല്ലോ. അപ്പൊ നമ്മുടെ സച്ചിനെ വിളിക്കുകയാണ്. അപ്പൊ സച്ചി എന്തോ ഒരു ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പം സച്ചി ഫോൺ എടുത്തിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സച്ചേട്ടാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പേടിച്ചു പോയി. എന്താ രേവതി നിനക്ക് പറ്റിയത്? ഹേയ്, എനിക്കൊന്നും പറ്റിയില്ല സച്ചേട്ടാ, പേടിക്കൊന്നും വേണ്ട. എന്താണെന്ന് അറിയില്ല, ശ്രുതി തലകറങ്ങി വീണു. ഞാൻ വീട്ടിൽ വന്നപ്പം വീണ് കിടക്കായിരുന്നു. വീട്ടിൽ ആരും ഇല്ലായിരുന്നെന്ന്. ഓ, അപ്പൊ അമ്മ വീട്ടിലില്ലായിരുന്നോ? ഇല്ല, അമ്മ വീട്ടിലില്ലായിരുന്നു. അമ്മ തണ്ടാൻ വേണ്ടി എവിടെയെങ്കിലും പോയതായിരിക്കും. ഏതായാലും നീ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ടേക്ക് വരാം. ഇപ്പം തന്നെ ഇയാളെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് അർജന്റായിട്ട് ഒരു ഓട്ടമാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്താണെങ്കിൽ ശ്രുതിക്ക് ലേശം ബോധമൊക്കെ തെളിയാണ് കേട്ടോ. ബോധമൊക്കെ തെളിയുന്നു. അങ്ങനെ ശ്രുതിനെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിന് ഒരു സംശയം തോന്നിയിട്ട് പറഞ്ഞു, നമുക്ക് യൂറിനൊന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം, പ്രഗ്നന്റ് ആണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ പീരിയഡ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഗൈനക്കോളജിയിലേക്ക് നമുക്ക് പോകാം, ഞാൻ അങ്ങോട്ടേക്ക് ചെയ്യാന്നും പറഞ്ഞിട്ട് ഗൈനക്കോളജിയിലേക്ക് പോകണം. അപ്പൊ തന്നെ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം. ഗൈനക്കോളജി എന്ന് കേട്ടപ്പം ഇനിയിപ്പം ശ്രുതിക്ക് കുഞ്ഞുണ്ടാകാൻ പോവാണോ, ഇനിയിപ്പോൾ അതാണോ തലകറങ്ങി വീണത്, ആ ക്ഷീണോ ഒക്കെ കാരണമാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വല്ലാത്ത സന്തോഷം നമ്മുടെ രേവതിക്ക്. അപ്പൊ രേവതി ഉറപ്പിച്ചു ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു ലക്ഷണമാണെന്ന് രേവതിക്ക് മനസ്സിലായി. അപ്പൊ രേവതിനെ ഇതിന്റെ ഇടയിൽ രേവതിയുടെ അമ്മ ഫോൺ വിളിച്ചു. അമ്മ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു, മോളെ നീ എവിടെയാന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ് അമ്മയുള്ളത്,
ഇങ്ങനെ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ തലകറങ്ങി വീണു. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനാ പറയുന്നത്, പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം ആണോ മോളെ, സന്തോഷ വാർത്ത തന്നെയാണല്ലോ. ഏതായാലും മോൾ ആ കൊച്ചിനെ നന്നായിട്ട് നോക്കണം കേട്ടോ, അമ്മയൊന്നും ഇല്ലാത്തതല്ലേ. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം, മോള് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏതായാലും മോൾ അവിടെ നിൽക്കുക. ഇനിയിപ്പോൾ ഞാൻ വല്ലതും വരണോന്ന് ചോദിച്ചപ്പോൾ വേണ്ട അമ്മ ഇപ്പം വരണ്ട, ഞാൻ സച്ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, സച്ചേട്ടൻ ഉടനെ വന്നോളൂ എന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഓടി പാഞ്ഞലഞ്ഞ് എത്തിയിട്ടോ. അപ്പം സച്ചി വന്ന ഉടനെ തന്നെ രേവതി പറയുകയാണ്, അത് പിന്നെ സച്ചേട്ടാ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചതെന്ന്. അപ്പം അതിനിപ്പോൾ എന്താ പ്രശ്നം? ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിരിക്കോ, നമുക്ക് വല്ല വട്ടുവാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല സച്ചേട്ടാ, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭിണികളെയൊക്കെ നോക്കുന്ന ആളാണ്, സ്ത്രീകളുടെ പ്രശ്നങ്ങളെല്ലാം നോക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് ഗർഭിണികളെ നോക്കുന്ന ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പം ശ്രുതിയെടുത്ത് പൗഡർ എടുത്ത് ഗർഭിണിയാണോ? അതറിയില്ല സച്ചേട്ടാ, ഗർഭിണിയാകാൻ ആ ചാൻസ് കൂടുതലെന്ന് പറയുമ്പോൾ അവള് ഗർഭിണിയായി കൊടുത്താലും കൂടെ മതി. രണ്ടും ബെസ്റ്റ് ടീമുകളാണല്ലോ, അവളും കള്ളി അതുപോലെ തന്നെ അവനും പേരും കള്ളൻ. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കൊച്ചിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, ഇപ്പം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു പോലുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ, പ്രഗ്നന്റ് ആണെങ്കിൽ തന്നെ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് മാത്രമല്ല, ചേട്ടന്റെ കുഞ്ഞല്ലേ, സച്ചേട്ടനും കൂടെ ഒരു ചെറിയച്ഛനാകാൻ പോവല്ലേ. അപ്പൊ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്. കോപ്പ് എന്ത് സന്തോഷം. ഒരു ചെറിയച്ഛൻ. അതെ, നമുക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ സന്തോഷിച്ചാൽ പോരെ, മറ്റുള്ളവർക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീകാന്തയ്ക്കും വർഷയ്ക്കുമായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് സന്തോഷിക്കായിരുന്നു. ഇത് പേരും കള്ളിക്കും ഈ ഓട്ടക്കാരനും കൂടെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് എന്തെടുക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗൈനക്കോളജിസ്റ്റിനെ ശ്രുതിനെ കാണിച്ച് ഗൈനക്കോളജിസ്റ്റ് അപ്പം പെട്ടെന്ന് ഇങ്ങ് വരികയാണ്. അപ്പം ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് ചോദിച്ചു, അല്ല ഈ പറയുന്ന ശ്രുതിയുടെ കൂടെ വന്നിരിക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞല്ല. ആരാ? ഞാന് ശ്രുതിയുടെ അനിയത്തിയാണ്, അനിയന്റെ ഭാര്യയാന്ന് പറഞ്ഞപ്പം ആണോ? അതെ, ശ്രുതിക്ക് ആദ്യത്തെ പ്രസവം എങ്ങനെയാ, കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ആയിരുന്നോ? എങ്ങനെയായിരുന്നു ആദ്യത്തെ പ്രസവം എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ പ്രസവമോ? ഡോക്ടർ എന്തായി പറയുന്നത്? ശ്രുതിയുടെ ആദ്യത്തെ പ്രസവം ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം ആയതേ ഉള്ളൂ. അതിനിടയിൽ അവള് പ്രഗ്നന്റ് ഒന്നും ഇതുവരെ ആയിട്ടുമില്ല. അവള് ഇനിയിപ്പോ പ്രഗ്നന്റ് ആണോ ഡോക്ടർ? അല്ല, അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഞാൻ ഒരു ഡോക്ടറാണ്, എനിക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളൂ. ആ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ വന്ന ആളല്ലേ ശ്രുതി? അതെ ഡോക്ടർ, എൻ്റെ ചേട്ടത്തി തന്നെയാണ്. എങ്കിൽ പിന്നെ യാതൊരു ഇതുമില്ല, ആ കുട്ടി പ്രസവിച്ചതാണ് എന്നിങ്ങനെ പറയാം. അപ്പൊ പെട്ടെന്ന് ശ്രുതി അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ ശ്രുതി അകത്തുനിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നു, ഷോളൊക്കെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ ഇവിടെ തർക്കം നടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക. ശ്രുതിനെ നോക്കുന്നു, രേവതിനെ നോക്കുന്നു, ഡോക്ടറിനെ നോക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഇതേ ശ്രുതിയാണല്ലോ വരുന്നതെന്ന് രേവതി പറയുകയും അപ്പം ഡോക്ടർ പറഞ്ഞു, അല്ല ശ്രുതി, നീ ഒന്ന് പ്രസവിച്ചതല്ലേ, ഇത് നിന്റെ 2ാമത്തെ പ്രസവമല്ലേ, അതോ ഇനി 3ാമത്തെ പ്രസവമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടറെ അതിന് ഞാൻ പ്രസവിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ശ്രുതി, ഞാൻ ഡോക്ടറാണ്, നീ കള്ളം പറയരുത്, നീ പ്രസവിച്ചത് അതെനിക്ക് മനസ്സിലായി, ഞാൻ നിന്നെ ചെക്കപ്പ് ചെയ്തതാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് ഡോക്ടർ അകത്ത് കയറി സംസാരിക്കാൻ ഇങ്ങനെ പറയുകയാണ് ശ്രുതി. അങ്ങനെ അകത്ത് കയറി ഡോക്ടറുമായിട്ട് ശ്രുതി സംസാരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാ, ഡോക്ടർ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ, പ്ലീസ് എന്നെ നാണം കെടുത്തരുതെന്ന്. പക്ഷേ നമ്മുടെ സച്ചിക്ക് സംശയം തോന്നിയിട്ട് സച്ചി എന്ത് ചെയ്തു, ജനലിന്റെ സൈഡിൽ പോയി നിന്ന് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കണുണ്ടായിരുന്നു. അപ്പൊ സച്ചിക്ക് അറിയണം ഇതിന്റെ പിന്നിൽ എന്താണ് എന്ന്. അങ്ങനെ സച്ചി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുക മാത്രമല്ല, സച്ചി അതിന്റെ റെക്കോർഡ്, സച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, വീഡിയോ റെക്കോർഡ് എല്ലാം സച്ചി എടുത്തു വെക്കും. അങ്ങനെ എടുത്തും വെച്ചു. ഏതായാലും രേവതിയോട് പറഞ്ഞു, രേവതി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നമ്മുടെ ശ്രുതിയെടുത്തി ഉണ്ടല്ലോ, പൗഡർ എടുത്തി ഉണ്ടല്ലോ, കള്ളി എന്ന് പറഞ്ഞ പേരും കള്ളിയാ. അവളുടെ ഓരോ കള്ളത്തരങ്ങൾ വെളി വന്നുകൊണ്ടിരിക്കുക. നമ്മളെ ചതിച്ചു, എൻ്റെ ചേട്ടനെ ചതിച്ചത് അവള് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ സച്ചേട്ടാ, എനിക്കും മനസ്സിലാവുന്നില്ല. അവള് പറഞ്ഞതൊക്കെ നിനക്ക് കേൾക്കണോ? അവള് ഡോക്ടറിനോട് പറഞ്ഞതൊക്കെ നീ കേൾക്കുക എന്നും പറഞ്ഞ് അത് കേൾപ്പിക്കുകയാണ്. അപ്പം ഡോക്ടറിനോട് ശ്രുതി പറഞ്ഞത് വേറൊന്നുമല്ല, പ്ലീസ് ഡോക്ടർ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, പ്രത്യേകിച്ച് ഇതെൻ്റെ 2nd മാരേജ് ആണ്, എനിക്കൊരു കുട്ടിയുണ്ട്, ഉണ്ടായിരുന്നു, ഒരു പ്രസവം കഴിഞ്ഞതാണ് എൻ്റെ, അത് ഇത്ര വർഷമായി പ്രസവം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഒരു 7-8 വർഷമായി പ്രസവം കഴിഞ്ഞിട്ട്. ഡോക്ടർ ഇത് ആരോടും പറയരുത് ഡോക്ടർ, പ്ലീസ് ഡോക്ടർ, എൻ്റെ ജീവിതം തകർക്കരുത് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ കാല് പിടിക്കുന്നത് കേൾക്കുക. അയ്യോ, ആകെപ്പാട് ഞെട്ടിപ്പോയില്ല രേവതി. ഇനി എന്ത് ചെയ്യും സച്ചേട്ടാ, ഇത് എന്താ സച്ചേട്ടാ, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ, അവളിങ്ങ് ഇറങ്ങി വരട്ടെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതി പതുക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതി, എങ്കിലും ശ്രുതി, നിന്നെക്കുറിച്ച് ഇത്ര ഒന്നും ഞാൻ വിചാരിച്ചില്ല ശ്രുതി, നീ എന്തിനാ ശ്രുതി എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? നീ എന്തൊക്കെ നുണകളാ പറഞ്ഞത്?
അപ്പം നിന്റെ മലേഷ്യയിലുള്ള അച്ഛൻ, അല്ല നിന്റെ ഇളയച്ഛൻ, നിന്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ കാര്യം പിടികിട്ടി നമ്മുടെ ശ്രുതിക്ക്. ശ്രുതി നേരെ കൈകൂപ്പി നിൽക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഈ വിവരം വെളിയിൽ പറയരുത് എന്ന് പറഞ്ഞപ്പം, എടി നിന്റെ കുഞ്ഞെവിടെ, എടി നീ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല, ഒരിക്കലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല, അവനെ ഞാനാ നോക്കുന്നത്, പൊന്നു പോലെയാ നോക്കുന്നത്, അവൻ എൻ്റെ അമ്മയുടെ അടുത്തുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അത് പിന്നെ എൻ്റെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. സച്ചിയുടെ രേവതിയുടെ കാല് ഞാൻ പിടിക്കുക, ആരും ഈ വിവരം അറിയരുത് പ്ലീസ്. എൻ്റെ ജീവിതം തുലച്ചു കളയരുത്. എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. പലതവണയും ഇതൊക്കെ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയാൻ ഓർക്കും തോറും ദേ എൻ്റെ അമ്മായിയമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാ. അറിയാലോ രേവതി, അമ്മയുടെ എല്ലാ സ്വഭാവവും അറിയാലോ. അതറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഇതെങ്ങനെയൊക്കെ പറയും എന്നെനിക്ക് അറിയില്ല. എന്നെ പിന്നെ അമ്മ കൊന്നു കളയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് കരഞ്ഞ് നിലവിളിക്കാനും തുടങ്ങിയിട്ടോ. ഏതായാലും ഇനി നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു പിടിവള്ളി കിട്ടിയിരിക്കുകയാണ്. ഇനി ശ്രുതിക്ക് ഒരടവും എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ മുമ്പിൽ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നേ. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ ഒരു എപ്പിസോഡ് തന്നെ ഒരു 3-4 എപ്പിസോഡായിട്ടാണ് ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു കഥ തന്നെ ഒരു 3-4 എപ്പിസോഡായിട്ടാണ് കേട്ടോ നമുക്ക് വരാൻ പോകുന്നത്. ഞാൻ ചുരുക്കി ഇത്രയും ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു 3-4 എപ്പിസോഡായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മിക്കവാറും ഇത് 1-2 മാസത്തിനുള്ളിലായിരിക്കും വരുന്നത്. നമ്മുടെ കഥ പോകുന്ന പോക്കനുസരിച്ച് 1-2 മാസത്തിനുള്ളിൽ ആയിരിക്കും ഈ കഥ വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മളെന്നും ഒരു 2-2:45-3 മണിയോടുകൂടി എല്ലാ ദിവസവും അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിലാണ് ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി നമുക്ക് വേണം കേട്ടോ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം. അത് പറയാനുള്ള കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് നമ്മളെ ഓരോരോ വീഡിയോയും നമ്മളെ എന്താ പറയുക റെക്കമെൻഡ് ലിസ്റ്റിലൊക്കെ യൂട്യൂബ് കയറ്റി വിടുന്നത്. ലൈക്ക് കൂടുന്നതിനനുസരിച്ച് റെക്കമെൻഡ് ലിസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.